Hi friends, എല്ലാവർക്കും Technic Malayalam എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു DC to DC കൺവെർട്ടറിന്റെ റിവ്യൂ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം DC to DC കൺവെർട്ടർ. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ ഹൈ വോൾട്ടേജ് തൊട്ട് ലോ വോൾട്ടേജിലേക്കാണ് ഇത് കൺവേർട്ട് ചെയ്യുന്നത്. അതായത് 24 വോൾട്ട് തൊട്ട് 72 വോൾട്ട് വരെ അതിന്റെ അകത്തുള്ള ഏത് വോൾട്ടേജ് കൊടുത്താലും നമുക്ക് ഔട്ട്പുട്ട് 12 വോൾട്ടേക്ക് കൺവേർട്ട് ചെയ്ത് തരും. അതാണ് ഇതിന്റെ മെയിൻ പ്രത്യേകത. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 36 വോൾട്ടാണ് കൊടുക്കണമെങ്കിൽ നമുക്ക് 12 വോൾട്ടേക്ക് തന്നെ കൺവേർട്ട് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൈ വോൾട്ടേജിനെ ലോ വോൾട്ടേജേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു DC to DC, DCനെ തന്നെ DC ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു കൺവെർട്ടറാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് മൾട്ടിമീറ്റർ വെച്ച് നമ്മൾ ബാറ്ററി വെച്ച് റീഡിങ് ടെസ്റ്റ് ചെയ്തൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. നിങ്ങളാരും വീഡിയോ സ്കിപ്പ് ചെയ്യാനും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ DC to DC കൺവെർട്ടർ. SNA എന്ന് പറയുന്ന കമ്പനിയുടെ DC to DC കൺവെർട്ടറാണ് ഇത്. അത്യാവശ്യം നല്ല ഗോൾഡൻ കളർ പ്ലേറ്റ്, അതായത് ഇതിൻ്റെ ഒരു സ്റ്റീലിൻ്റെ ഒരു രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ സൈഡിൽ കാണാൻ പറ്റും റബ്ബറിൻ്റെ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. അതായത് വാട്ടർ പ്രൂഫ്, വെള്ളം കയറാത്ത രീതിയിലാണ് ഇത് സീൽ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്തേക്ക് വെള്ളം, ഇതിൻ്റെ ബോഡിയിലേക്കൊന്നും വെള്ളം കയറാത്ത രീതിയിലാണ് ഇത് സീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ ഇവിടെ കണക്ഷൻസ് കാണാൻ പറ്റും. ആകെ 3 വയറാണ് ഇവിടെ വരുന്നത്. കണ്ടോ, ഇതുപോലെ 3 വയറാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തും ഇതുപോലെ സീൽ ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ അകത്തേക്ക് വെള്ളം കയറാത്ത രീതിയിൽ. അപ്പോൾ ഈ 3 വയർ എന്ന് പറയുന്നത് ബ്ലാക്ക്, റെഡ്, യെല്ലോ അങ്ങനത്തെ 3 വയറാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ യൂസർ മാനുവൽ കാണാൻ പറ്റിയതാണ് ഇതിൻ്റെ യൂസർ മാനുവലായിട്ട് വരുന്നത്. SNA എന്ന് പറയുന്ന കമ്പനിയുടെ DC to DC കൺവെർട്ടറാണ് ഇത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും യെല്ലോ, അതായത് ആദ്യം എഴുതിയിരിക്കുന്നത് യെല്ലോ എന്നാണ്. യെല്ലോ എന്ന് പറയുന്നത് ഈ വയറിനെയാണ് ഉദ്ദേശിക്കുന്നത് യെല്ലോ എന്ന്. അപ്പോൾ യെല്ലോ എന്ന് പറയുന്നത് ഔട്ട്പുട്ടാണ്, അതായത് ഇതിനകത്തുനിന്ന് ഔട്ട്പുട്ട് വരുന്നത് യെല്ലോ വയറിലൂടെയാണ്. ഔട്ട്പുട്ട് നമുക്കിവിടെ കാണാൻ പറ്റും 12 വോൾട്ട് 10 ആംപിയർ വരെ നമുക്ക് ഇതിനകത്ത് മാക്സിമം ഔട്ട്പുട്ട് കിട്ടും. അത് 12 വോൾട്ടിൻ്റെ കൺവെർട്ടർ ആയതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് 12 വോൾട്ട് കിട്ടും. പിന്നെ നമുക്ക് രണ്ടാമത്തെ വയറായ റെഡ്, അതായത് ഇത് റെഡ് വയറാണ്. ഈ റെഡ് വയർ എന്ന് പറയുന്നത് ഇൻപുട്ടാണ്, അതായത് 24 വോൾട്ട് തൊട്ട് 72 വോൾട്ട് വരെ നമുക്ക് ഇൻപുട്ടിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ നിന്ന് 12 വോൾട്ട് കിട്ടും. പിന്നെ നമുക്ക് ലാസ്റ്റ് വരുന്നത് ബ്ലാക്ക് ആണ്. ബ്ലാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്രൗണ്ട്. ഇതാണ് ബ്ലാക്ക് വയർ. ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇൻപുട്ടിനായാലും ഔട്ട്പുട്ടിനായാലും ഓരോ വയറുള്ള, കോമൺ ആയിട്ട് ഒരു വയറാണ് ഉള്ളത്, മൈനസ്. അത് നമ്മുടെ ബ്ലാക്ക് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ 3 കണക്ഷൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഇത് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ റീഡിങ്, അതായത് നമുക്ക് ഇവിടുന്ന് 24 വോൾട്ട് ടു 72 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 12 വോൾട്ട് കിട്ടണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാം എങ്ങനെയാണ്. നമുക്ക് അതിൻ്റെ മൾട്ടിമീറ്റർ വെച്ച് നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ബാറ്ററി. അത് നമ്മൾ ഇതിനകത്തേക്ക് കൊടുക്കാൻ പോകുന്നത് ലിഥിയം അയൺ ബാറ്ററിയാണ്. അതായത് 36 വോൾട്ട് 15 എച്ചിൻ്റെ ലിഥിയം അയൺ ബാറ്ററിയാണ്. ഇത് നമ്മുടെ ഇലക്ട്രിക് വണ്ടികൾക്ക്, ഇലക്ട്രിക് സൈക്കിളിന് ഉപയോഗിക്കുന്ന ഒരു ബാറ്ററിയാണ്. നമ്മുടെ വണ്ടിക്ക് തന്നെ ഇലക്ട്രിക് സൈക്കിളിന് ഉപയോഗിക്കുന്ന ലിഥിയം അയൺ ബാറ്ററി 36 വോൾട്ട് 15 എച്ചിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു മൾട്ടിമീറ്ററിൽ, അതായത് നമുക്ക് നമ്മുടെ ഈ മൾട്ടിമീറ്ററിൽ നമുക്ക് ഇതിൻ്റെ റീഡിങ് കാണിക്കാം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇതിൻ്റെ റീഡിങ്. നമ്മളിപ്പോൾ 200 DC 200ലേക്കാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ DC 200 ഇട്ടിട്ട് നമുക്ക് ഇതിൻ്റെ റീഡിങ് നോക്കാം. അപ്പോൾ നമുക്കിവിടെ കണ്ടോ, നമ്മൾ പ്ലസും മൈനസും കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും, നമുക്ക് ഏകദേശം നമുക്ക് കണ്ടാം 35 വോൾട്ട് 34 വോൾട്ട് വരെ ബാറ്ററിയിൽ ചാർജ് കുറവാണ്. എന്നാലും നമുക്കൊരു 35 വോൾട്ട് വരെ നമുക്ക് ഇതിനകത്തുനിന്ന് DC കിട്ടുന്നുണ്ട്. കണ്ടോ, നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, DC കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ മൾട്ടിമീറ്റർ മാറ്റി വയ്ക്കുകയാണ്. അതായത് നമ്മുടെ DC to DC കൺവെർട്ടർ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കൊടുത്ത് നോക്കാം. നമ്മുടെ ഈ 36 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുനിന്ന് ഔട്ട്പുട്ട് യെല്ലോ വയർമേന്ന് ഔട്ട്പുട്ട് 12 വോൾട്ട് കിട്ടണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഈ ബാറ്ററി ഇടാം. നമുക്ക് ബാറ്ററി നീക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം പ്ലസ് ആണ് കണക്ട് ചെയ്യേണ്ടത്, അതായത് ഇൻപുട്ട് റെഡ് വയറാണ്. അപ്പോൾ ഈ റെഡ് വയറിൻ്റെ പ്ലസ് ആണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്ലസ് നല്ല രീതിയിൽ കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടി നമ്മളൊന്ന് ടേപ്പ് അടിച്ച് കൊടുക്കേണ്ടത്. നമ്മൾ പേപ്പർ ടേപ്പാണ്. അപ്പോൾ നമ്മൾ ടേപ്പ് അടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ടേപ്പ് അടിച്ച് കൊടുത്തിട്ടുണ്ട്, അതിന് തമ്മിൽ ഷോർട്ട് ആവാതിരിക്കാൻ. ഇനി നമ്മൾ ഈ മൈനസ് ആണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മൈനസ് കണക്ട് ചെയ്യുമ്പോൾ തന്നെ ചെറിയ സ്പാർക്ക് വരുന്ന അറിയാൻ പറ്റുന്നുണ്ടോ, ഒരു ചെറിയ സ്പാർക്ക് വന്നിട്ടുണ്ട് ഉണ്ടോ. അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലിഥിയം ബാറ്ററി കൊണ്ട് ഹൈ കപ്പാസിറ്റി, ഹൈ കറണ്ടാണ് വരുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ മൈനസ് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ മെയിൻ, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ടൊക്കെ കണക്ഷൻ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ യെല്ലോ വയർ ടെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ മൾട്ടിമീറ്ററാണ് എടുക്കുന്നുണ്ടോ, നമ്മുടെ മൾട്ടിമീറ്റർ. അപ്പോൾ നമുക്ക് മൾട്ടിമീറ്റർ എടുക്കാം. അതിൽ നമ്മൾ ഇപ്പോൾ 200 വോൾട്ട് DC-യിലാണ് ഇട്ടിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് 200 വോൾട്ട് DC-യിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അത് നമ്മൾ നേരെ 20 വോൾട്ട് DC-യിലേക്ക് ഇടാണ്. അപ്പോൾ നമ്മൾ ഇട്ടിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത് പ്ലസ്, അതായത് മൾട്ടിമീറ്ററിൻ്റെ പ്ലസ്മേ, അതായത് ഇവിടെ ഈ വയർ വയ്ക്കുക, യെല്ലോ വയർ കണ്ടോ, ഈ യെല്ലോമേ മൾട്ടിമീറ്ററിൻ്റെ പ്ലസ് പ്രോബ് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ മൈനസ് എന്ന് പറയുന്നത് കോമൺ ആണ്. അപ്പോൾ ഈ ലിഥിയം ബാറ്ററിയുടെ മൈനസ്, അപ്പോൾ നമുക്ക് മൈനസ് കണ്ടോ, ഇവിടെ 12 വോൾട്ട് 27, 12 വോൾട്ട് വരെ നമുക്ക് ഇതിനകത്ത് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ ലേറ്റ് ഇട്ട് കാണിച്ചു തരാം. 36 വോൾട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് കണ്ടോ 12 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സംഭവം സൂപ്പറാണ്, അതായത് നമുക്ക് ഇതിനകത്ത് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത്, അതായത് നമ്മുടെ മൾട്ടിമീറ്റർ മാറ്റി വയ്ക്കുകയാണ്. ഇനി നമ്മളൊരു ഫാൻ, അതായത് 12 വോൾട്ടിൽ വർക്ക് ചെയ്യണ ഈ ഫാൻ ഓൺ ആക്കി നോക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം മൈനസ് ആണ് കണക്ട് ചെയ്യുന്നത്. അപ്പം കണ്ടോ,
മൈനസ് നമ്മുടെ മൈനസ് കോമൺ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ മൈനസ് കണക്ട് ചെയ്തു. ഇനി നമ്മൾ കണ്ടോ ഇത് പ്ലസിലേക്ക് മുട്ടിക്കുമ്പോണ്ടോ അത്യാവശ്യം നല്ല സ്പീഡിൽ നമ്മുടെ ഫാൻ കറങ്ങുന്നത് കാണാൻ പറ്റും. കണ്ടോ, അതായത് നമുക്ക് ഫാൻ അത്യാവശ്യം നല്ല കാറ്റിൽ തന്നെയാണ് കറങ്ങുന്നത്. കണ്ടോ, നമുക്കിവിടെ കാണാൻ പറ്റും അത്യാവശ്യം നല്ല ഇതിലാണ് നമ്മുടെ ഫാൻ കറങ്ങുന്നത്. കണ്ടോ, നമ്മളിവിടെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഒന്നുകൂടിയും പറയാം. അതായത് നമ്മുടെ ലിഥിയം ബാറ്ററിയുടെ പ്ലസ് ഇൻപുട്ട് റെഡ് വയറിലേക്ക് കൊടുത്തു, ഇൻപുട്ടായിട്ട് ഇവിടെ കൊടുത്തു. പിന്നെ നമ്മൾ ഔട്ട്പുട്ട്, അതായത് ഔട്ട്പുട്ട് യെല്ലോ വയർ എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ മൈനസ് കോമൺ ആണ്, അതായത് ഗ്രൗണ്ട് എന്ന് പറയുന്നത് കോമൺ ആണ്. അതായത് നമ്മൾ ഇൻപുട്ട് കൊടുക്കണം, ആ സെയിം ഇതിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഔട്ട്പുട്ടിനുള്ള മൈനസ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻസ് വരുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഈ DC കൺവെർട്ടറിൽ വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഇന്നത്തെ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത ഈ DC to DC കൺവെർട്ടർ വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിനായിട്ട് മെയിൻ യൂസ് നമുക്കിത് വാങ്ങാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിക് സൈക്കിളിന് ഉപയോഗിക്കാനാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോനെ നടുക്ക് കണ്ടായിരുന്നു, അത് നമ്മൾ ഇലക്ട്രിക് സൈക്കിളിന് ഉപയോഗിച്ച ലിഥിയം അയൺ ബാറ്ററിയാണ്. 36 വോൾട്ട് 15 Hന്റെ ലിഥിയം അയൺ ബാറ്ററിയാണ് നമ്മുടെ സൈക്കിളിന് ഉപയോഗിച്ചത്. അപ്പോൾ നമുക്കൊരു 12 വോൾട്ടിൻ്റെ ഒരു ലേറ്റ് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ DC to DC കൺവെർട്ടർ വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് 36 വോൾട്ട് തൊട്ട് അത് 12 വോൾട്ടേക്ക് കൺവേർട്ട് ചെയ്ത് തരും. അതുകൊണ്ടാണ് നമ്മളിത് വാങ്ങാൻ കാരണം. പിന്നെ നമ്മളിത് യൂസ് ചെയ്ത് നമുക്ക് സോളാർ പാനലൊക്കെ ഇത് കൊടുക്കാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ സോളാർ പാനൽ എന്ന് പറയുന്നത് മാക്സിമം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, 10 ആമ്പിയർ വരെ മാക്സിമിനകത്ത് കൊടുക്കാൻ പാടുള്ളൂ. അതായത് ഇപ്പോൾ സോളാർ പാനലിൻ്റെ VOC ഒരു 50-49 വോൾട്ടേക്ക് ഒരു VOC വരുന്ന സോളാർ പാനലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ 12 വോൾട്ടേക്ക് കൺവേർട്ട് ചെയ്ത് തരും. അപ്പോൾ ഈ സോളാർ പാനൽ എന്ന് പറയുന്നത് വെയിൽ കൂടുമ്പോഴും കുറയുമ്പോഴും വോൾട്ടേജ് അങ്ങോട്ട് ഇങ്ങനെ കയറി ഇറങ്ങി പോകും. അപ്പോൾ മാക്സിമം നമുക്ക് ഇതിനകത്ത് 10 ആമ്പിയർ വരെ കൊടുക്കാൻ പാടുള്ളൂ. അതായത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സോളാർ പാനലായാലും മാക്സിമം നമ്മൾ വോൾട്ട് നോക്കിയാൽ മാത്രം പോരാ, ആമ്പിയർ കൂടി നോക്കണം. 10 ആമ്പിയറാണ് മാക്സിമിനകത്ത് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ സാധനം കത്തിപ്പോവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ഒരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.